കടുകാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കടുക്, ഒരു ടേബിൾ സ്പൂൺ കടുകോളം മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി എടുക്കാം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വേണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അതിനുശേഷം നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പം അതൊരു കിഴിയായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് കടുക് ഒന്ന് നമ്മുടെ ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ച് കൊടുക്കാം. അപ്പോഴത്തേന് കടുകിന് നല്ലൊരു പവറും കൂടെ കിട്ടും. കാരണം നമ്മൾ ചതച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് പൊട്ടും. കടുകിൻ്റെ ഓരോന്നായിട്ട് അത് പൊട്ടി നമുക്ക് കടുകിൽ നിന്ന് നല്ലൊരു പവറാണ് അതിനകത്തുള്ളത്. കാരണം നല്ല ബാഡ് സ്മെല്ലൊക്കെ അത് വലിച്ചെടുക്കും. ഈ നമ്മൾ മീൻ ഇറച്ചിയൊക്കെ നമ്മൾ കിച്ചണിൽ പൊരിച്ചതിന് ശേഷമാണേലും അതേപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ വേണേലും ഇതേപോലെ കിഴികെട്ടി വെക്കാവുന്നതാണ്. അപ്പം ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവായി കിട്ടും. അതല്ല നല്ലൊരു സ്മെല്ല് വേണമെങ്കിൽ നമുക്ക് ഉപ്പിനകത്ത് ഒന്നെങ്കിൽ ഷാമ്പു ഒഴിച്ചിട്ടോ അതല്ല എങ്കിൽ നമുക്ക് ഉപ്പിനകത്ത് നമുക്ക് കംഫോർട്ട് ഒഴിച്ചിട്ടോ വെച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ നല്ലൊരു മണത്തിനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയാണ്. കാരണം കിച്ചണിൽ നമ്മൾ ഇതേപോലെ ജനലിൽ കിഴികെട്ടി വെച്ചാൽ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ കിഴികെട്ടി വെച്ചാൽ നമ്മൾ കിച്ചണിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ല് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം അടുക്കളയിൽ ഇതേപോലെ കെട്ടിവെക്കുന്നത്. അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതേപോലെ ബാത്റൂമിലും ബാഡ് സ്മെല്ലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതേപോലെ കടുക് കിഴികെട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവായി കിട്ടും.